ഫസ്റ്റിൽ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് കേൾക്കുന്നതാണ്. സ്കൂളിൽ ചെന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥനയിൽ കൈയൊക്കെ കൂപ്പി നമ്മളിങ്ങനെ നിൽക്കും. ആരോ എന്തൊക്കെയോ ചെല്ലുന്നുണ്ടാവും, അത് കേൾക്കുന്നുണ്ടാവും. പക്ഷേ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ കിട്ടുന്ന യൂണിറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ് റൂമിലേക്ക് എത്തി. ക്ലാസ് റൂമിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങി. എപ്പോഴും നമ്മളെ ചിന്ത ഉച്ചക്കത്തെ ഭക്ഷണത്തിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഉച്ച കിട്ടുന്ന ലേഷർ ടൈമിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ചെയ്യുക. അങ്ങനെ നമ്മൾ ഉച്ചയായി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇരിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അന്ന് നല്ല അച്ചാർ പ്രിയനായിരുന്നു. അച്ചാർ നന്നായി കൊണ്ടുപോയിരുന്നു. എന്നിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കും അച്ചാർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവൻ്റെ മുഖത്തുണ്ടാകുന്നൊരു സന്തോഷവും, നമുക്ക് കൊടുക്കുമ്പോൾ നമ്മളിത് കൊണ്ടുവന്ന് കൊടുക്കുകയാണല്ലോ എന്നുള്ള ഒരു സന്തോഷം നമ്മുടെ ഭാഗത്തും ഉണ്ടാകുമായിരുന്നു. എൻ്റെ സ്കൂള് ഓടിട്ട സ്കൂളാണ്. അവിടെ ഈ ഓടിൻ്റെ മുകളിൽ കൂടെ ഒക്കെ എന്ത് ചെയ്യുന്നത്, നല്ല മഴ പെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, മഴ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഉറ്റി വീഴും. അവിടെ ചോർച്ച ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കൈയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഈ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ശ്രമം നടത്തും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം വീട്ടിലോട്ട് പോകുന്ന സമയത്ത് നല്ല മഴ ഉണ്ടാവും, കുട ഉണ്ടാവും നമ്മുടെ കയ്യിൽ. പക്ഷേ ഏതോ ഒരു പയ്യൻ ചിലപ്പം കുട ചൂടാതെ മഴ ആസ്വദിക്കുന്ന കണ്ടാൽ എന്ത് ചെയ്യും, നമ്മൾ കുട പൂട്ടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മഴ ആസ്വദിച്ചിട്ട് അവൻ്റെ കൂടെ നമ്മളും കൂടി കൂടും. ഇവിടെയൊക്കെ നമ്മൾ ഓർക്കുക, നമ്മൾ ഭക്ഷണം കൈമാറിയ സമയത്ത് അവൻ്റെ മനസ്സിൻ്റെ അകത്തൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും, കൊടുക്കുന്ന നമുക്കും ഉണ്ടാവും. ഇത് നമ്മുടെ സ്കൂളിൻ്റെ അകത്ത് നമ്മളെ പഠിപ്പിക്കാതെ കിട്ടിയൊരു സാഹോദര്യത്തിൻ്റെ ഒരു പാഠാണത്. വൈകുന്നേരം നമ്മൾ ഈ മഴ, നല്ല ശക്തമായ മഴ ഉണ്ടായിട്ടും കുട ചൂടാതെ ആ മഴേൻ്റെ കൂടെ ഒരാൾ നടക്കുമ്പോൾ കൂടെ നടക്കാൻ നമ്മൾ തയ്യാറാവുമ്പോൾ അവിടെ നമുക്കൊരു ഒരുമയുടെ ഒരു പാഠാണ് നമുക്ക് കിട്ടുന്നത്. ചില ദിവസങ്ങളിൽ നമുക്ക് അസംബ്ലി ഉണ്ടാവും അല്ലേ. ഈ അസംബ്ലിയിൽ നമുക്ക് പ്ലഡ്ജ് ഉണ്ടാവും. പക്ഷെ നമ്മൾ നോക്കുക, ഈ പ്ലഡ്ജും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഭക്ഷണം കൈമാറിയതും, വൈകുന്നേരം നമുക്ക് ആ മഴ വന്ന സമയത്ത് ഒരാൾ മഴക്ക് കൂടെ പോവാതിരുന്ന സമയത്ത് അയാളുടെ കൂടെ മഴ നനഞ്ഞ് പോകാൻ നമുക്ക് തോന്നിയതും, ഇതെല്ലാം തന്നെ ഈ രാവിലത്തെ പ്രാർത്ഥനയും ആ പ്ലഡ്ജുമായിട്ട് കണക്റ്റഡാണ്. ഇന്നും നമുക്ക് ആ സാഹോദര്യം നമ്മളെ പഠിപ്പിക്കാൻ അന്നേത്തെ പ്ലഡ്ജിനും അന്നേത്തെ പ്രാർത്ഥനയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളൊക്കെ, ഇപ്പോൾ സ്കൂളിൻ്റെ ജീവിതത്തിലുള്ള അന്നേത്തെ പ്രാർത്ഥന ഇപ്പോൾ കേട്ട സമയത്ത് നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ വന്നിട്ടുണ്ട് എല്ലാവർക്കും. ഇതേപോലെ വരും കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ചെയ്തു വെക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ഇതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടുണ്ടാവും.